ഹലോ എവരിവൺ, എല്ലാവർക്കും AZDP അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനിന്റെ എക്സാം വരാൻ പോവുകയാണ് അല്ലേ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം എന്താണ്? നമ്മുടെ ഓഗസ്റ്റ് 2-നും 9-നുമായിട്ടാണ്. ഓക്കെ, ഓഗസ്റ്റ് 2-നും 9-നുമായിട്ടാണ് എന്ത് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വളരെ തത്രപ്പാടിൽ പഠിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതെ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതെല്ലാമാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോകേണ്ട ടോപ്പിക്കുകൾ ഏതാന്നൊക്കെ പറയാൻ വേണ്ടി നമ്മളൊന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ ആണല്ലോ, വീഡിയോ ഇട്ട് കിടക്കാം. അതായത് നിങ്ങൾക്കറിയാം, കാറ്റഗറി നമ്പർ 527/2024 എന്ത് പറയുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നത്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലായിരുന്നു. പോസ്റ്റ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ സപ്ലൈകോയിലൊക്കെ എന്ത് ചെയ്യുക, സപ്ലൈകോ മാവിൽ സ്റ്റോർ പോലത്തുള്ള എന്ത് ചെയ്യുക ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലേക്കായിരിക്കും പൊതുവെ പോസ്റ്റിംഗ് ഒക്കെ വരിക. ഓക്കെ ആണല്ലോ. അതിന്റെ സിലബസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചരിത്രം 5. ഓക്കെ, ചരിത്രം 5 ഏകദേശം 5 മാർക്ക് ചോദ്യം വരാം. ഭൂമിശാസ്ത്രം 5, എക്കണോമിക്സ് 5 വരാം. ഭരണഘടന 5, കേരള ഭരണ സംവിധാനങ്ങൾ 5, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ഒറ്റ ഇതാണ് കേട്ടോ. അത് എത്രയാണ്? അത് 6 മാർക്കിന് വരും. അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം 3, അതേപോലെ തന്നെ രസതന്ത്രം കെമിസ്ട്രി 3, കലാ കായിക സാഹിത്യ സംസ്കാരം. ഇത് കല, കായിക, സാഹിത്യ, സംസ്കാരം. ഇപ്പോൾ എന്താണ് 4 ഓക്കെ. കല, കായിക, സാഹിത്യ, സംസ്കാരം എന്നീ ഭാഗങ്ങളിൽ നിന്ന് 5 മാർക്ക് വരാം. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളൊക്കെ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് 3 വരാം. സുപ്രധാന നിയമങ്ങളിൽ നിന്ന് 5 വരാം. ഓക്കെ ആണല്ലോ. ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 20 ചോദ്യങ്ങൾ വരാം. അത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന എന്ന് വെച്ചാൽ കണക്കും നമ്മുടെ മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയുമാണ്. ഓക്കെ, മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയാണ്. ഓക്കെ, അത് ഏകദേശം 10 മാർക്ക് അടുപ്പിച്ച് വരാം. അതേപോലെ എന്താണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷും 10 മാർക്കിന്. പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളാണ്. ഓക്കെ, നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന പൊതുവെ മലയാളമായിരിക്കും. അപ്പം എന്താ മലയാള ഭാഷയിൽ നിന്ന് തരാം 10 മാർക്കിന് ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ചോദ്യം വരുന്നതിൻ്റെ എന്താണ് മാർക്കിൻ്റെ ഒക്കെ ഏകദേശം ഒരു സ്റ്റൈൽ സ്കീമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിലൊക്കെ വരും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3 മാർക്ക് അല്ല 5 മാർക്ക് 10 മാർക്ക് അടുപ്പിച്ച് തന്നെ വരും എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏകദേശം ഈ റേഞ്ചിലായിരിക്കും വരുന്നതെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ PSC തന്നെ തന്നിട്ടുള്ള അവരുടെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഏകദേശം ഈ റേഞ്ച് വരും. എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് ഇത്ര തന്നെ വരുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, പക്ഷെ എന്നാലും ഈ പറയുന്ന എന്താണ് മേഖലകളിലൂടെ എല്ലാം എന്ത് ചെയ്യും ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന മേഖലകളിൽ ചോദ്യം വരുന്നതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ഈ പറയുന്ന എണ്ണത്തിൽ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് അറിയാം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ സിലബസിൻ്റെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹിസ്റ്ററിയുടെ നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിക്കകത്ത് പൊതുവെ വിപ്ലവങ്ങൾ ഏതൊക്കെയാണ് വിപ്ലവങ്ങൾ. ഓക്കെ, അതിപ്പോൾ ഇന്റർനാഷണൽ ആയിക്കോട്ടെ നാഷണൽ ആയിക്കോട്ടെ ഇന്ത്യ വിപ്ലവങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ച്. ഓക്കെ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയെ കുറിച്ചും എന്ത് ചെയ്യുക രണ്ടും പഠിക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ഇതാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അറിയാലോ, 1850s ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലഹളകളും മറ്റും ഉണ്ട്. ഓക്കെ അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ വിപ്ലവങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അതിന് പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ, ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യുക നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, മൂവ്മെന്റ്, അതേപോലെ എന്ത് ചെയ്യുക വിപ്ലവങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയുടെ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട പ്രഭുക്കന്മാർ. ഓക്കെ, ഇന്ത്യ ഭരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രഭുക്കന്മാർ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് നോക്കുക. അതേപോലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ ഏതെല്ലാമാണ് ഇപ്പം ബ്രിട്ടീഷ് ഇന്ത്യ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ ഏതെല്ലാം, വിപ്ലവമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ള ഏതെല്ലാം എന്നുള്ള നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ജോഗ്രഫിയിൽ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതെല്ലാമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതെല്ലാമാണ്. അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ കൂടി നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാം, സമുദ്രനിരപ്പ് താഴെ നിൽക്കുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ, അതേപോലെ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട കായലുകൾ മറ്റും നോക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ഉയരം കൂടിയ സ്ഥലങ്ങൾ, അതേപോലെ തന്നെ രേഖാംശ രേഖ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഭൂമധ്യ രേഖ പോലുള്ള രേഖകളെ കുറിച്ച്, ടോപ്പിക് ഓഫ് ക്യാൻസർ, ടോപ്പിക് ഓഫ് കാപ്രിക്കോണിനെ കുറിച്ച് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അതേപോലെ തന്നെ ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്നുള്ളത് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ
പ്രധാനമായിട്ട് നോക്കിയിട്ട് പോകണം മറ്റൊരു കാര്യമുണ്ട്, കാറ്റുകൾ. ഓക്കെ, കാറ്റുകൾ ഏതെല്ലാമാണ് പ്രധാനമായിട്ട് വീശടിയും കാറ്റുകൾ ഏതെല്ലാം? കാൽബേസ് ഷാഗി, അതേപോലെ എന്ത് മാംഗോ ഷവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലൂ എന്ന് പറഞ്ഞ കുറേ കാറ്റിനെ കുറിച്ച് എന്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് അതേപോലെ മൺസൂണ്, അതേപോലെ തന്നെ റാബി ഖാരിഫ് വിളകളെ കുറിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓറുകൾ മൈനുകൾ ഏതെല്ലാമാണ് നോക്കുക. ഓക്കെ, കാണപ്പെടുന്നത് പ്രധാനപ്പെട്ട മൈനുകൾ എവിടെയെല്ലാം കാണപ്പെടുന്നു, ഏതൊക്കെ ധാതുക്കൾ എവിടേക്കാണ് ഉള്ളതെന്നുകൂടെ നോക്കുക. പ്രധാനപ്പെട്ട ഖനികൾ ഏതെല്ലാം എവിടേക്കാണെന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ബഹിരാകാശത്തേക്കുള്ളത്, ബഹിരാകാശം പറയാൻ കാര്യമുണ്ട്, കാരണം ഈ അടുത്ത ഒരുപാട് എക്സ്പ്ലോറേഷൻ നടന്ന ഒരു മേഖലയാണ് ബഹിരാകാശം. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സിൽ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാൻ പ്രതീക്ഷിക്കുന്നത് ബഹിരാകാശത്താണ്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇന്ത്യ നടന്ന ബഹിരാകാശ ദൗത്യങ്ങൾ ഏതെല്ലാമാണ്, അതിന് എന്താണ് പോയ റോക്കറ്റുകൾ ഏതെല്ലാമാണ്, ഓക്കെ, റോക്കറ്റുകൾ ഏതെല്ലാം, ഏതൊക്കെ ദൗത്യങ്ങളാണ്, ഏതൊക്കെ സാറ്റലൈറ്റുകളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ L1 പോലെ നമ്മുടെ ഇന്ത്യയുടെ സൂര്യനെ പഠിക്കാൻ വേണ്ടി സാറ്റലൈറ്റുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ISRO പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതേപോലെ ചെയർമാൻമാർ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകുന്നത്. ഓക്കെ, നോക്കുമ്പോൾ നന്നായി. അതായത് ശുഭാംശു ശുക്ല പോയിട്ട് വന്നാൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബഹിരാകാശ യാത്രികർ ആരൊക്കെയാണ്, സുനിത വില്യംസ് ഒക്കെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇത് പഠിക്കുമ്പോൾ മറ്റൊരു കാര്യമാണ്, അതായത് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നോട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും. പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പഞ്ചവത്സര പദ്ധതി കൊണ്ട് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ. അടുത്തത് വരുന്ന ഭരണഘടനയാണ്. ഓക്കെ, അടുത്ത് വരുന്ന ഭരണഘടനയാണ്. ഭരണഘടനയ്ക്കകത്ത് പ്രധാനമായിട്ട് നോക്കിയിട്ട് പോകേണ്ട ആർട്ടിക്കിളുകളാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ട് ആർട്ടിക്കിൾ നോക്കിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമായിരിക്കും. ഓക്കെ, പ്രധാനമായിട്ട് ചോദിച്ചിട്ട് ആർട്ടിക്കിൾ ഏതെല്ലാമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നോക്കിയിട്ട് പോകുക. അതേപോലെ തന്നെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, പ്രധാനമായിട്ടും വന്ന അമെൻമെന്റുകൾ ഏതെല്ലാമാണ്, സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നോക്കിയിട്ട് പോകുക. അതേപോലെ ബാലാവകാശം ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതേപോലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്, ഓക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് പോകുക. അതേപോലെ തന്നെ പ്രധാനമായിട്ട് വന്ന അമെൻമെന്റുകളിൽ വന്ന വ്യത്യാസങ്ങൾ ഏതെല്ലാമാണ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ പറഞ്ഞപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക, ഭരണഘടനയെക്കുറിച്ച് ഒന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അതേപോലെ അടുത്ത് പറഞ്ഞ ബയോളജി നോക്കുകയാണെങ്കിൽ, ബയോളജി നോക്കാൻ പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ ഏതെല്ലാമാണ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, പാൻക്രിയാസ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു അടിസ്ഥാന വിവരങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒക്കെ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഒരു റിവിഷന്റെ കാര്യമായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഈ മേഖലകളിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. മനസ്സിലായല്ലോ. ബയോളജിയിൽ പ്രധാനമായിട്ട് ഗ്രന്ഥികൾ ഏതെല്ലാം പഠിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട എന്താണ് അണുക്കൾ, വൈറസുകൾ, ബാക്ടീരിയകൾ പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്, വൈറസുകൾ അടുത്തിടെയായിട്ട് പരത്തിയ രോഗങ്ങൾ ഏതെല്ലാമാണ്, അതേപോലെ വാക്സിനുകൾ, ഓക്കെ, അടുത്തിടെ കണ്ടുപിടിച്ച വാക്സിനുകൾ ഏതെല്ലാമാണ് അതിനെക്കുറിച്ച്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കമ്പനികൾ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതായത് വാക്സിൻ വികസിപ്പിച്ചത് ആരാന്നുള്ളത് നോക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത മുൻവർഷ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക വളരെ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന വാക്സിനുകളും അതേപോലെ തന്നെ രോഗങ്ങളെ കുറിച്ച്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ആരോഗ്യ മേഖല, ഓക്കെ, അത് നോക്കിയിട്ട് പോകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആരോഗ്യ മേഖല. അതേപോലെ ആരോഗ്യ മേഖലയിൽ സർക്കാർ കൈക്കൊണ്ട എന്താണ് നടപടികൾ ഏതെല്ലാമാണെന്നുള്ളത്, അതേപോലെ പ്രധാനപ്പെട്ട സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള എന്താണ് സ്കീമുകൾ ഏതെല്ലാമാണെന്നുള്ളത് നോക്കുക നന്നായിരിക്കും. ഓക്കെ ആണല്ലോ. പ്രധാനപ്പെട്ട ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട സ്കീമുകൾ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകുക. ഓക്കെ ആണല്ലോ. അതേപോലെ അടുത്ത പറയും ഫിസിക്സിനകത്ത് വരികയാണെങ്കിൽ, ഫിസിക്സിനകത്ത് പ്രധാനമായിട്ട് ലെൻസുകൾ, ഓക്കെ, ദർപ്പണങ്ങളും മറ്റ് ലെൻസുകളെ കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കുക. അതേപോലെ തന്നെ ചലനങ്ങളെ കുറിച്ച് പഠിക്കുക, താപത്തിനെ കുറിച്ച് പഠിക്കുക. ഇതാണ് പ്രധാനമായിട്ട് ചോദ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളത് ഈ മേഖലകളിൽ നിന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക നോട്ട് ചെയ്തു. അതുകൊണ്ട് ബാക്കിയുള്ള മേഖലകൾ പഠിക്കരുതെന്നല്ല. ഓക്കെ, ഇതെന്ത് ചെയ്യുക നോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ വീക്ക് പോയിന്റുകളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ് പറയുന്നത്. ഓക്കെ, അതിന് വേഗം, ചലനം, അതേപോലെ എന്ത് ലെൻസുകളെ കുറിച്ചുള്ളത്, അതേപോലെ താപത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് എന്ത് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്ര ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്നുള്ളതോ, അപ്പോൾ എന്താണ് മീറ്റർ പെർ സെക്കൻഡ്, കിലോമീറ്റർ പെർ ഹവറിനകത്ത് വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക പഠിച്ചിട്ടു. അതേപോലെ എന്ത് ചെയ്യുക ലെൻസിന്റെ ഫോക്കസുകളെയും മറ്റും, അതേപോലെ ഇമേജുകൾ എവിടെയൊക്കെ പതിയുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ, ഓക്കെ, കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയിലേക്ക് പ്രധാനമായിട്ട് കാർബണിന്റെ സംയുക്തങ്ങൾ ഏതെല്ലാമാണ്, അതേപോലെ തന്നെ എന്താണ് കാർബണിന്റെ സംയുക്തങ്ങൾ, അതേപോലെ ഒക്ടറ്റുകളെ കുറിച്ച്, ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര വേണം, അതായത് ഓരോ ഷെല്ലുകൾ എത്ര ഇലക്ട്രോൺ വിലകളെ കുറിച്ചുള്ള വിവരങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഗ്യാസുകൾ. അപ്പോൾ ഒരു ചോദ്യം പറഞ്ഞാൽ ഒന്നാലോകമായ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഗ്യാസുകൾ ഏതാണെന്നുള്ള ചോദ്യം നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഗ്യാസുകളെ കുട്ടികളുടെ എന്ത് ചെയ്യുക പ്രധാനപ്പെട്ട വിവരങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഏതെല്ലാം ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്, ഗ്യാസുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ചിലതൊക്കെ എന്ത് ചെയ്യുക ഗ്യാസുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, ചില ഓറുകളുടെയും മറ്റുള്ള എന്താണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക ഒരു കെമിസ്ട്രിയെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ കിട്ടാൻ ശ്രമിക്കുന്നു. അടുത്ത മാത്സിലോട്ട് വരുവാണെങ്കിൽ പ്രധാനമായിട്ട് നോക്കണം മേഖല എന്ന് പറഞ്ഞാൽ എന്താണ് ശരാശരി നോക്കണം. അതേപോലെ എന്ത് ചെയ്യുക വേഗം ചലനം അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ആവറേജ് മറ്റും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. അതേപോലെ എന്താണ് ശരാശരി നോക്കണം. അതിൽ എന്താണ്
അംശബന്ധം നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകളെ പോലത്തെ ചോദ്യങ്ങളുണ്ടല്ലോ ഒക്കെ അതേ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ത്രികോണങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ത്രികോണങ്ങളെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ഏരിയ, ഓരോ ഇതിന്റെ ഏരിയയെ കുറിച്ച്, ഓക്കെ, അതാണ് ഇപ്പൊ എന്താണ് ഏരിയ ആയാലും എന്താണ് ചുറ്റളവായാലും പരപ്പളവായാലും കുറിച്ചുള്ള ഒരു ഇക്വേഷൻസ് മറ്റും എന്ത് ചെയ്യുക ഒന്നുകൂടെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട്, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കൂടാതെ എന്ത് ചെയ്യുക പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ വന്നിട്ടുള്ള അവാർഡുകൾ ഏതൊക്കെ വ്യക്തികൾക്ക് ഏതൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ മേഖലയിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, സ്പോർട്സ് കാര്യങ്ങളിൽ ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെ സമയങ്ങളിൽ എന്തിട്ടുണ്ട് സ്പോർട്സിന് ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ എന്താ ചെസ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്പാർക്കിൽ ജാവലിൻ ത്രോയ്ക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക വളരെയധികം എന്ത് ചെയ്യുക മേഖലകളിൽ വന്നിട്ടുള്ള വ്യക്തികൾ ഏതെല്ലാമാണ് കുറിച്ച് എന്ത് ചെയ്യുക നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് കിട്ടിയ അവാർഡുകൾ ഏതെല്ലാം അർജുന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, ഇതൊരു അവാർഡുകൾ എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക. അതിൽ ഒളിമ്പിക്സിൽ അതിലെ ഏഷ്യൻ ഗെയിംസിന് മറ്റും എന്ത് ചെയ്യുക കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതെല്ലാമാണ്, അത് മലയാളികൾ ഏതെല്ലാമാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പ്രധാനപ്പെട്ട കവികൾ ഏതെല്ലാമാണ്, ആ കവികൾ അടുത്തിടെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ പുസ്തകങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അവർക്ക് എന്ത് ചെയ്യുക അടുത്ത കാലങ്ങളിൽ ജ്ഞാനപീഠമായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക സാഹിത്യ അക്കാദമി അവാർഡുകളായിക്കോട്ടെ അത്തരത്തിലുള്ള അവാർഡുകൾ ലഭിച്ചതും കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യുക നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക ഇത് വിട്ടു പോകരുതെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ AZB അക്കാഡമി, ഒക്കെ നമ്മുടെ AZB അക്കാഡമി എന്ന് പറയുന്നത് ഒറ്റ കോഴ്സിൽ 5 എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് 5 പരീക്ഷകൾക്ക് ഒറ്റ കോഴ്സ് തന്നെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിട്ട്, സബ് ഇൻസ്പെക്ടർ ആയിട്ട്, SPCID ആയിക്കോട്ടെ, ഈ 5 കോഴ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് 5 ഇതാണ് ഓരോരോ സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ പഠിക്കണമെന്നില്ല. അതായത് ഒറ്റ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് 5 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ സിലബസും മറ്റും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്കാണ് പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓരോന്നിക്ക് എന്ത് ചെയ്യുക പ്ലാൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സബ് ഇൻസ്പെക്ടർ അയച്ചിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ അയച്ചിട്ടുണ്ട്, അപ്പോൾ രണ്ടിനും രണ്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം ആ പാട് വരുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഏതാണ് ഈ പറയുന്ന സെക്ഷൻസ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹിസ്റ്ററി ആയിട്ട്, ജോഗ്രഫി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഈ മേഖലകൾ എന്ത് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ പഠിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ആ മേഖല ഒന്ന് ഓടിച്ചു പോകുന്നത് നന്നായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ഈ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ത് ചെയ്യുക ഈ മേഖല ഒന്ന് റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക ഇതൊന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടുന്നതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കഴിഞ്ഞ വർഷ ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി.